നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ കൃഷിദർശൻ ലൈവിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 2015 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിൽസ് അഥവാ മണ്ണിൻ്റെ അന്തർദേശീയ വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഇന്നത്തെ ഒരു വിഷയം വളരെ പ്രസക്തമാകുന്നത്. മണ്ണിനെ അറിയാം. മണ്ണെന്ന് പറയുന്നത് കൃഷിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് മണ്ണ് കേരളത്തിലും ആഗോളപരമായി പലവിധ ഭീഷണികൾ നേരിടുന്നുണ്ട്. ഉദാഹരണമായി മണ്ണിൻ്റെ മരുവൽക്കരണം, അല്ലെങ്കിൽ മരുഭൂമിയിലെ മണ്ണ് പോലെ കൃഷിക്ക് ഉപയുക്തമല്ലാതായി തീരുന്ന പ്രശ്നം, അതുപോലെ മലിനീകരണം തുടങ്ങി പല പല പ്രശ്നങ്ങൾ കേരളത്തിലെയും ലോകത്തെയും മണ്ണ് നേരിടുന്നുണ്ട്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടും അതുപോലെ ഭാരതത്തിലെയോ ലോകത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജനസംഖ്യയിൽ ക്രമാതീതമായ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെ ഊട്ടുക എന്നുള്ളത് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ്. അങ്ങനെ ഊട്ടണമെങ്കിൽ മണ്ണും ജലവും പോലുള്ള കൃഷിയുടെ അടിസ്ഥാനമായിട്ടുള്ള പ്രക്രിയകൾ അല്ലെങ്കിൽ വസ്തുക്കളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ചേ മതിയാവും. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് 60% ഇപ്പോഴത്തെ ജനസംഖ്യയെ ഊട്ടണമെങ്കിൽ തന്നെ ഏതാണ്ട് നമ്മളെ കൃഷി ഉൽപ്പാദനം 60% കണ്ട് വർദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു പല പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ വച്ചിട്ടാണ് അന്തർദേശീയ മണ്ണ് വർഷമായിട്ട് ഈ 2015 തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇന്നത്തെ ഈ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഈ മേഖലയിലെ വളരെ അറിയപ്പെടുന്ന ഒരു വിദഗ്ധനാണ്. അദ്ദേഹം പ്രൊഫസർ റിട്ടയർഡ് ഡോക്ടർ എം സുബ്രഹ്മണ്യ അയ്യർ, കേരള കാർഷിക സർവകലാശാലയിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം അല്ലെങ്കിൽ സോയിൽ സയൻസ് വിഭാഗത്തിലെ പ്രൊഫസറായിരുന്നു. വളരെ പ്രഗത്ഭനായിട്ടുള്ള അധ്യാപകനാണ്. സാറിനെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഈ ഒരു വിഷയം എന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത്? ഒരു 20 വർഷത്തിലേറെ അന്താരാഷ്ട്ര തലത്തിൽ പല ചർച്ചകളിൽ മണ്ണിനെ സംരക്ഷിക്കുന്നതിൽ പോരായ്മകളുണ്ട്, പരിപാലനത്തിൽ പോരായ്മകളുണ്ട്. അത് വളരെയധികം പല രാജ്യങ്ങളിൽ നിന്നുള്ള ആവശ്യമനുസരിച്ചാണ് 2002 മണ്ണിനു വേണ്ടി ഒരു ദിവസവും മണ്ണിനു വേണ്ടി ഒരു വർഷവും മാറ്റിവെക്കണം എന്നുള്ള ചർച്ചകൾ ഉണ്ടായത്. അപ്പോൾ ആ തലത്തിൽ ആലോചിച്ചപ്പോൾ ആദ്യം നിർദ്ദേശിച്ചത് ഐക്യരാഷ്ട്ര മണ്ണ് ഗവേഷകരുടെ സംഘടനയാണ്. അത് UNO അല്ലെങ്കിൽ FAO ഏറ്റെടുത്തു. 2012 ഇത് ആരംഭിച്ചു. ഔപചാരികമായിട്ട് ആരംഭിച്ചിട്ടില്ല. 2012 2013 GPS എന്നിട്ടുള്ള മണ്ണ് പരിപാലനത്തിന് വേണ്ടി പ്രോത്സാഹനം നൽകുന്ന ഒരു ഏജൻസിയെ ഏൽപ്പിച്ചു. 2014 ഡിസംബർ 5 ഇത് ഔപചാരികമായിട്ട് മണ്ണ് ദിവസമെന്നും 2015 ഔപചാരികമായിട്ട് അന്താരാഷ്ട്ര മണ്ണ് വർഷമെന്നും ആചരിക്കാൻ തീരുമാനിച്ചു. ശരിക്കും ഈ മണ്ണിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും മണ്ണൊരു സചേതനമായിട്ടുള്ളൊരു വസ്തുവാണ്, ജീവനുള്ളൊരു വസ്തുവാണ്. പക്ഷേ പൊതുവായിട്ടൊരു കാഴ്ചപ്പാട് ഒരു ജീവനില്ലാത്ത അല്ലെങ്കിൽ വെറും ഒരു സാധാരണ ഒരു ഖരപദാർത്ഥമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട്. പക്ഷേ നമ്മുടെ ഭാരതീയ സംസ്കാരമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മണ്ണിന് വളരെയധികം ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ അഥർവവേദത്തിൽ പോലും പൃഥ്വിസൂക്ത എന്ന് പറഞ്ഞാൽ മണ്ണിനെക്കുറിച്ച് മാത്രം വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ നമ്മളെ പരമ്പരാഗത കൃഷി രീതിയിൽ നിന്ന് മാറി മണ്ണിനെ ഇപ്പോൾ ഒരു മെക്കാനിക്കലായുള്ള ഒരു വസ്തുവായിട്ട് കാണുന്ന ഒരു രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും മണ്ണിൻ്റെ ജീവൻ അല്ലെങ്കിൽ മണ്ണിലുള്ള ജീവൻ എന്താണ്? മണ്ണിന് ജീവനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മണ്ണിൻ്റെ ആരോഗ്യം എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ജീവനുള്ള വസ്തുവിനല്ലേ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ മണ്ണിൽ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത് അതിൻ്റെ രാസപരമായ സെറ്റപ്പ്, ഘടന, പിന്നൊന്ന് അതിലെ ജൈവാംശം. ആ ജൈവാംശത്തെ ഊർജമായിട്ടും ആഹാരമായിട്ടും കൊണ്ടു നടക്കുന്ന സസ്യങ്ങൾ, പലതരം സൂക്ഷ്മജീവികൾ, വിവിധ തരത്തിലുള്ള പ്രാണികൾ മണ്ണിൽ തന്നെ ആവാസിക്കുന്നത്. അപ്പോൾ അവർ മണ്ണിൽ ആവസിക്കുന്നു, മണ്ണിലെ ആ വസ്തുക്കൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നു, മണ്ണിൽ വളരുന്ന സസ്യങ്ങളെ സഹായിക്കുന്നു, ആ സസ്യങ്ങൾ മനുഷ്യന് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ ജീവൻ്റെ തുടിപ്പ് മണ്ണിലുണ്ട്. അത് ജീവികൾക്കും അതുമായിട്ട് അതൊരാവശ്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടിയും മൃഗങ്ങളെ പരിപാലിക്കാനും കൊണ്ടു നടക്കുന്ന മനുഷ്യൻ്റെ ഒരു സഹായ വസ്തുവായിട്ട് മാറുന്നു. അങ്ങനെ ജീവൻ്റെ തുടിപ്പുകൾ മണ്ണിലെ പ്രാണികളിലേക്കും മനുഷ്യനിലേക്കും ഈ ജൈവ സമ്പത്തിലേക്കും പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിനെ അറിയണമെന്ന് പറയില്ലേ? ഇപ്പോൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഒരു കൃഷിക്കാരൻ മണ്ണിനെ അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെ മണ്ണിനെ നമുക്കറിയാം?
മണ്ണിനെ അറിയണമെന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തെ സാഹചര്യം തന്നെ പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തെക്കുറിച്ച് പറയുന്നത് മണ്ണിൻ്റെ ഒരു വലിയ മ്യൂസിയമാണ് കേരളം. ഈ ചെറിയ പ്രദേശത്തിൽ തന്നെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ 8 തരത്തിലുള്ള മണ്ണുണ്ടെന്ന് പറയും. എന്നാൽ ഓരോ സാഹചര്യത്തിലും വ്യത്യാസമുള്ള മണ്ണിൻ്റെ കണക്കുമൊക്കെ ആണെങ്കിൽ ഏകദേശം 90 പരം വ്യത്യാസമുള്ള മണ്ണ് ഇനങ്ങൾ അല്ലെങ്കിൽ ടൈപ്പ് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ആ സാഹചര്യം വെച്ച് കൃഷി ചെയ്യുന്ന സ്ഥലം, സാഹചര്യം, വിളകളനുസരിച്ച് മണ്ണ് വ്യത്യസ്തപ്പെട്ട് കാണുന്നു. അപ്പോൾ ഇത് അറിഞ്ഞിട്ടാണ് നമ്മളവിടെ കൃഷി ചെയ്യേണ്ടത്. എല്ലാ മണ്ണിലും എല്ലാ കൃഷിയും ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു മണ്ണിൽ എല്ലാ കൃഷിയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും സാധ്യമല്ല, പരിമിതികളുണ്ട്. അതായത് ഇപ്പോൾ മണ്ണിൻ്റെ 2 ഗുണങ്ങളാണ് അത് നിയന്ത്രിക്കുന്നത്. ഒന്ന്, മണ്ണിൻ്റെ ജന്മനാലുള്ള സ്വഭാവം, ഇൻഹെറൻറ്റ് കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ ഉൽപ്പാദന ശേഷി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒന്നുള്ളത് നമ്മൾ സാധാരണ പറയുന്ന വളക്കൂറ്, ഫെർട്ടിലിറ്റി. അത് ഒരു ചെടിയോ മണ്ണിൽ വളരുന്ന ജീവികൾക്കും ആഹാരം നൽകുന്നതിന് വേണ്ടിയുള്ള പോഷക മൂലകങ്ങൾ ലഭ്യമായ അളവിൽ, ലഭ്യമായ തോതിൽ, ലഭ്യമായ ആവശ്യമുള്ള സമയത്ത് കൊടുക്കാനുള്ള അതിൻ്റെ ശേഷിയാണ്. നമ്മൾ സസ്യങ്ങളിൽ പ്രഭാകലനം, ഫോട്ടോസിന്തസിസിനെ കുറിച്ചാണ് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ജീവൽ പ്രവർത്തനം. അതുപോലെ മണ്ണിൽ നടക്കുന്ന ഒരു ഭൗതികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു രാസപ്രവർത്തനമെന്ന് തോന്നുകയാണെങ്കിലും മണ്ണിൽ നടക്കുന്ന കാറ്റയോൺ എക്സ്ചേഞ്ച് എന്ന് പറയും. ധനായന വിനായന ഋണായനങ്ങൾ തമ്മിലുള്ള എക്സ്ചേഞ്ച്, അതായത് ആഹാര മൂലകങ്ങൾ മണ്ണിലെ കളിമണ്ണിൽ നിന്നും ജൈവാംശത്തിൽ നിന്നും ചെടികളിലെ വേരുവഴി ചെടികളിലേക്കും ആ ഭക്ഷ്യവസ്തുക്കളെ ആഹരിക്കുന്ന ജീവികളിലേക്കും മനുഷ്യനിലേക്കും മൃഗങ്ങളിലേക്കും വ്യാപരിക്കുന്നു. അപ്പോൾ അങ്ങനെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പ്രക്രിയ തന്നെ നടക്കുന്നത് മണ്ണിലെ ഈ കാറ്റയോൺ എക്സ്ചേഞ്ച്. അത് ഒരു ജീവൻ്റെ തുടിപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും. സാധാരണ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഒരു ആരോഗ്യമുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അദ്ദേഹം അത് മനസ്സിലാക്കും? നമ്മൾ എങ്ങനെ നമുക്ക് നിർവചിക്കാം എന്ന് പറഞ്ഞാൽ, മണ്ണിൽ ഇപ്പോൾ വനപ്രദേശത്ത് സസ്യലതാദികൾ മനുഷ്യൻ്റെ ഇടപാടില്ലാതെ ഇലകൾ വീഴുന്നു, അത് മണ്ണിൽ കിടക്കുന്നു, മണ്ണിൽ അത് അപചയം സംഭവിച്ച് വളമായിട്ട് മാറുന്നു, അത് ആ ചെടി ഉപയോഗിക്കുന്നു എന്നുള്ള ആ പ്രക്രിയ നടക്കുന്ന സമയത്ത് മണ്ണ് മാന്തി നോക്കിയാൽ അല്ലെങ്കിൽ ഡിഗ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം, മണ്ണിൽ ഒരു സ്പൂൺ മണ്ണെടുത്ത് നോക്കിയാൽ അതിനകത്ത് ഇപ്പോൾ ഭൂലോകത്ത് കാണുന്ന ജനസംഖ്യയുടെ എത്രയോ 10 മടങ്ങ് ജീവികളുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം ജീവികളുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ നമ്മൾ മണ്ണിൽ ജൈവവസ്തുക്കൾ അഴുകുന്നുണ്ടല്ലോ, ആ അഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ അഴുകിക്കിടക്കുന്ന ആ വസ്തുക്കളെ അല്പാൽപമായിട്ട് മാറ്റി നോക്കുകയാണെങ്കിൽ ധാരാളം മണ്ണിര ഉണ്ടാവും. നമ്മൾ പറയാറുള്ളതാണ് ഒരു കലപ്പ് തന്നെയാണ്. അപ്പോൾ മണ്ണിലെ അഴുകാത്ത വസ്തുക്കളെ അത് ആഹരിക്കുന്നു, അത് പുറമേ നൽകുന്ന അല്ലെങ്കിൽ അത് വിസർജിക്കുന്ന വസ്തുക്കൾ മണ്ണിന് വളമായിട്ട് മാറുന്നു. അങ്ങനെ ലേയമല്ലാത്തത് ലേയമാക്കുന്നു, വിഷവസ്തുക്കളെ വിഷവസ്തുക്കളല്ലാതാക്കുന്നു. അങ്ങനെയുള്ള ആ പ്രയോജനം ലഭിക്കുന്നത് കൊണ്ട് ഈ ജീവികളെല്ലാം അവിടെ വിഹരിക്കുന്നു, ഒരു തടസ്സമില്ല. രാസവസ്തുക്കളും കീടനാശിനികളും ഉപയോഗിക്കുന്ന സമയത്ത് ഇവ മണ്ണിൽ കാണത്തേയില്ല. മറ്റൊരു രീതി പറഞ്ഞാൽ നമുക്ക് ഒരു മണ്ണിൻ്റെ ആരോഗ്യം അറിയുന്നതിന് പെട്ടെന്ന് അറിയുന്നുള്ളൊരു മാർഗം അതിലുള്ള മണ്ണിലുള്ള ജീവികളുടെ സാന്നിധ്യമാണ്. അതായത് നമ്മളിപ്പോൾ നാട്ടിൻപുറത്ത് കിളികളുടെ ശബ്ദം കേൾക്കാറില്ല, നാട്ടിൻപുറത്തുണ്ട്. അപ്പോൾ അതുപോലെ ജീവികൾ മണ്ണിൽ സ്വൈരവിഹാരം നിർബാധം സഞ്ചരിക്കുകയും ഒരു തടസ്സമില്ലാതെ ജീവിക്കുകയും ചെയ്തു പോരുന്ന ഒരു സാഹചര്യമുള്ള മണ്ണാണ് ജീവിക്കുന്ന മണ്ണ്, ജീവൻ്റെ തുടിപ്പുള്ള മണ്ണ്. അതുപോലെ തന്നെ നമ്മൾ മണ്ണിൻ്റെ പരിശോധനയുണ്ട്. മണ്ണ് പരിശോധന ഇപ്പോൾ നടത്തുന്നത് എത്രത്തോളം മണ്ണിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നത് സഹായകരമാണ്? മണ്ണിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്ന എല്ലാ ഘടകങ്ങളും മണ്ണ് പരിശോധനയുടെ മിനിമം സെറ്റപ്പ് പാക്കേജിലില്ല. അതിൽ വരുന്നത് മണ്ണിൻ്റെ പോഷകാംശം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, മണ്ണിൻ്റെ അമ്ലശേഷി, മണ്ണ് ലവണമുള്ളതാണോ ഇല്ലാതാണോ, അതുപോലുള്ള പൊതു സ്വഭാവം, മണ്ണിലെ ജൈവാംശവും, പിന്നെ മണ്ണിൽ അമ്ലത്വം മാറ്റാനും മറ്റ് ലവണങ്ങൾ മാറ്റാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾ കുമ്മായം നിർദ്ദേശിക്കുന്നത് പോലെ അത് മണ്ണിലെ അമ്ലത കുറയ്ക്കാൻ വേണ്ടിയാണ്. മണ്ണിലെ അമ്ലത ഒരു
6നും 7നും ഇടയിൽ വരുന്ന ഒരു പോയിൻറ്റിൻ്റെ ഇടയിൽ വരുന്ന സാഹചര്യത്തിൽ മാത്രമേ എല്ലാ മൂലകങ്ങളും ചെടികളുടെ വളർച്ചയ്ക്ക് ലഭ്യമായ രീതിയിൽ. സാർ, പൊതുവെ നമ്മുടെ കേരളത്തിലെ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ അമ്ലത കൂടുതലുള്ള മണ്ണാണ്, ജന്മനാൽ അമ്ലത. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പരിഹരിക്കാം? അത് നമ്മുടെ കരപ്രദേശത്തും നമ്മുടെ വെള്ളക്കെട്ടുള്ള പ്രദേശത്തും 2 രീതിയിലാണ് ചെയ്യേണ്ടത്. നമ്മൾ 2 രീതിയിലും ഒരു വസ്തുവാണ് സാധാരണ ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതുമായിട്ടുള്ള കുമ്മായമാണ്. അപ്പോൾ ഡോളമൈറ്റും ഉപയോഗിക്കാം. അപ്പോൾ അത് കാരണം കേരളത്തിൽ വർഷപാതം കൂടുതലാണ്, ചില പ്രദേശങ്ങൾ നീർവാർച്ച കൂടുതലാണ്. അപ്പോൾ ആ സാഹചര്യം കൊണ്ട് ഇവിടെ ഈ ലയമായിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം കുറവാണ്. അപ്പോൾ അത് പുറമേ നിന്ന് ചേർക്കണം. അത് ചേർക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള മണ്ണിൻ്റെ pH അമ്ലക്ഷാര സൂചികയെത്തും, പോഷക വസ്തുക്കൾ ആവശ്യത്തിന് ലഭിക്കും. നമ്മളിപ്പോഴും കേരളത്തിൽ ജൈവ കൃഷിയിലൊരു വലിയൊരു കുതിച്ചുകയറ്റത്തിനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പരമ്പരാഗത രാസകൃഷിയിൽ ചെയ്ത ഒരു മണ്ണിനെ ജൈവ രീതിയിലോട്ട് പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? കേരളത്തിൽ അതിന്നും സ്വപ്നമായിട്ട് നിലനിൽക്കുന്നതേ ഉള്ളൂ. മാതൃകാപരമായിട്ട് ധാരാളം കർഷകർ വർഷങ്ങളായിട്ട് അത് തുടർന്ന് പോരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ടെങ്കിലും കേരളം ഒരു സംസ്ഥാനം മുഴുവനും ജൈവ കൃഷിയിലേക്ക് നീങ്ങാനുള്ള ഒരു തത്രപ്പാടിലാണ്. അത് മനസ്സിലാവുന്നുണ്ട്. ആണെങ്കിലും അത് അത്ര എളുപ്പം സാധ്യമല്ല. 2008 നമ്മൾ നയം രൂപീകരിച്ചത് മുതൽ ആശിക്കുകയാണ് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണമെന്നും ചില വിളകളിലെങ്കിലും ചെയ്യണമെന്നും ചില ജില്ലകളെ അങ്ങനെ പ്രഖ്യാപിക്കണമെന്നും പറയുന്നത്. ഇപ്പോൾ കാസർഗോഡ് വേണ്ട സഹായങ്ങൾ ഒരു കഴിഞ്ഞ 4-5 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ നടപടിക്രമങ്ങൾ വിലയിരുത്തി വേണം അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ. അതായത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ആണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് 3 ഘട്ടമുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ട്രാൻസിഷനാണ്. നമ്മൾ രാസപരമായിട്ട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടക്കത്തിൽ പൂർണ്ണമായിട്ടും ഇത് മാറ്റാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ മാറ്റം ആ മണ്ണിൽ സ്വാംശീകരിക്കത്തില്ല. അതായത് ജഡമായിരിക്കുന്ന മണ്ണ് രാസവസ്തുക്കളുണ്ട്, അത് ജീവൻ്റെ തുടിപ്പുകൾ കാണുന്നതും ഈ ജീവികൾ വന്നു ചേരുന്നതും ഒരു സഹായമായ പ്രവൃത്തിയിലേക്ക് മാറുന്ന ആ സാഹചര്യത്തിലെത്താൻ 3 ഘട്ടമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 3, അതിനാണല്ലോ നമ്മളിപ്പോൾ ജൈവ കൃഷിക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ ഘട്ടം 3 ഘട്ടം എത്തുന്നതിന് സമയം പിടിക്കും. അതിലെ ആ 2ാമത്തെ ഘട്ടം, ആദ്യത്തെ ഘട്ടം തുടക്കമാണ്, 2ാമത്തെ ഘട്ടം ട്രാൻസിറ്റാണ്. മാറ്റം അല്പമെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാകും, പക്ഷേ മുഴുവനായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ പോലും കർഷകർക്ക് ചിലപ്പോൾ ഉൽപ്പാദന കുറവുണ്ടാവും. അപ്പോൾ അതിനാണ് അന്താരാഷ്ട്ര തലത്തിൽ പറയുന്നത് മണ്ണിന് പരിസ്ഥിതിക്കും ഭക്ഷ്യോൽപാദനത്തിനും മൃഗസംരക്ഷണത്തിനും മത്സ്യങ്ങളുടെ വളർത്തുന്നതിനും എല്ലാത്തിനും മൊത്തത്തിലുള്ള ഭക്ഷ്യോൽപാദനത്തെ സഹായിക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് അത് പരിസ്ഥിതിയിൽ ചേരുന്ന നല്ല പ്രവർത്തനങ്ങൾ, മൾട്ടി ഫങ്ഷനാലിറ്റി എന്ന് പറയും, പലവിധ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് മണ്ണിൽ ജലം പിടിച്ചു നിർത്തുന്നു, ജൈവാംശം മണ്ണിൽ ഒരു നമ്മുടെ നമ്മുടെ കാർബൺ സൈക്കിൾ വഴി സ്വാംശീകരിക്കുന്നു, അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അംശത്തെ അത് നിയന്ത്രിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാലാവസ്ഥ വ്യതിയാനത്തെ പോലും അപ്പോൾ അങ്ങനെയുള്ള, അതുപോലെ തന്നെ നമ്മളുണ്ടാകുന്ന വരൾച്ച, വെള്ളപ്പൊക്കം, ഇതെല്ലാം മണ്ണ് ഈ ഒരു സ്പോഞ്ച് പോലെ അബ്സോർബ് ചെയ്ത് മണ്ണിനെ ചെടികൾക്ക് ജലം നൽകുകയും ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ജന്മനാലുള്ള കഴിവുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് തുടരുന്നത് കൊണ്ട് നമുക്ക് ഇത് അത്ര എളുപ്പം സാധ്യമല്ല, പൂർണ്ണമായിട്ടും ഒരു ജൈവ കൃഷി സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പറയുന്നത് സുസ്ഥിര കൃഷി എന്ന് പറയും. അത് സങ്കല്പത്തിൽ ജൈവകൃഷി അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ആ സുസ്ഥിര കൃഷിയിലേക്ക് നീങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ വർഷത്തിൽ വേറൊരു പ്രത്യേകത, നമ്മൾ ഈ വർഷം മുതൽ ഒരു 10 വർഷത്തേക്ക് ഡീക്കേഡ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര കൃഷി ഉൾപ്പെടെയുള്ള സുസ്ഥിര വികസനത്തിൻ്റെ ഒരു ഘട്ടമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ മണ്ണിനെ പരിവർത്തനം ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ മണ്ണിലുള്ള വിഷാംശം, ഈ സോയിൽ ഇറാഡിയേഷൻ എന്നൊക്കെ പറയുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അതായത് മണ്ണിലിപ്പോൾ കീടനാശിനികളുടെ വിഷാംശം അതിനെ നിർവീര്യമാക്കുന്നതിന് സാധാരണ കൃഷിക്കാരന് എന്ത് ചെയ്യാൻ സാധിക്കും? സാധാരണ കൃഷിക്കാരൻ ചെയ്യേണ്ടത് മണ്ണിലുള്ള ജൈവ വൈവിധ്യം നിലനിർത്തണം. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് വിളപരിക്രമം, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയും. ഒരു വിള ഒരു കണ്ടത്തിൽ തുടർച്ചയായിട്ട് കൃഷി ചെയ്യാതെ ഒന്നിൽ കൂടുതൽ വിളകൾ, പല ആവശ്യങ്ങൾക്കുള്ള വിളകളായിരിക്കണം,
അത് റൊട്ടേഷനായിട്ട് കൃഷി ചെയ്യുക. പയർ വിളകൾ വർഗ്ഗങ്ങളിലുള്ള വിളകൾ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനേകം ജീവികൾക്ക് വേണ്ടുന്ന ആഹാരവും ആവാസ വ്യവസ്ഥയും അവിടെ ഉണ്ടാകും. ജീവികൾ ആഹരിക്കും. അതുപോലെ തന്നെ മണ്ണിൽ വളക്കൂറുണ്ടാകും. അത് തുടർന്ന് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഇത് അതായത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മണ്ണ് അധികം ഇളക്കരുത്. മിനിമം ടില്ലേജ് എന്ന് പറയും. അത് കേരളത്തെ പോലുള്ള ഒരു സാഹചര്യത്തിൽ അത് പഠിച്ച് കർഷകർ നടപ്പിലാക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും സാധ്യമല്ല. എന്നാലും ഈ പറഞ്ഞ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് മണ്ണിന് നേരത്തെ പറഞ്ഞ ഒരു പോഷക ഗുണം അങ്ങനെ ഒരു കാര്യമുണ്ട്. രണ്ടാമത് ഘടനാപരമായ ഗുണം, അതാണ് അതിൻ്റെ ജലാകരണ ശേഷിയും അതിനെല്ലാം തീരുമാനം. ഒരു നല്ല ഘടനയിൽ മണ്ണിനെ നേരത്തെ ഒരു കൃഷിക്കാർ അനുവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മണ്ണിൽ എന്തെങ്കിലും കൃഷി തുടർച്ചയായിട്ടുണ്ടാവണം. മണ്ണ് ഒരു ബെയറായിട്ട് കിടക്കരുത്. അതായത് ഇപ്പോൾ ഒരു പുറമേ ആവരണമില്ലാതെ കിടക്കരുത്. റബ്ബർ തോട്ടങ്ങളിൽ പോലും ആവരണ വിളകൾ കൃഷി ചെയ്യുന്നു. ഇവിടെ എന്തെങ്കിലും വിളകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ കൃഷി കഴിഞ്ഞാൽ അതിൽ വരുന്ന അവശിഷ്ടങ്ങൾ ആ മണ്ണിൽ തന്നെ ചേർക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സൂര്യപ്രകാശത്തിൻ്റെ കൂടുതലും മഴയുടെ ശക്തിയും മണ്ണിലുണ്ടാവില്ല, മണ്ണൊലിപ്പുണ്ടാവില്ല, മണ്ണിലെ ജലാംശം നഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ മണ്ണിലെ ആഹാരവസ്തുക്കളും അധികം നഷ്ടപ്പെടില്ല. അതാണ് ഒരു രീതി. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ജൈവ വസ്തുക്കളാണ് കൂടുതലായിട്ട് മണ്ണിൽ ചേർക്കുന്നത്. ഏത് തരം ജൈവവസ്തുക്കളാണ്? ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ കൃഷി സ്ഥലത്ത് അതാത് കൃഷി കഴിഞ്ഞിട്ട് വരുന്ന അവശിഷ്ടങ്ങൾ പ്രധാനമാണ്. പിന്നെ കേരളത്തിൽ സുലഭമായിട്ട് നമ്മൾ 1930 മുതൽ നമ്മുടെ ഇതെന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആ കാലഘട്ടം മുതൽ കൊന്നയാണ്, ശീമക്കൊന്നയാണ് ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ മറ്റ് ചെടികളുടെ ഇതും ചേർക്കാം. അപ്പോൾ അതിൽ ഈ വസ്തുക്കൾ മണ്ണിൽ ഇഴുകി ചേർന്ന് ജൈവാംശമായിട്ട് മാറും. ആ ജൈവാംശവും മണ്ണിലെ കളിമണ്ണും കൂടെ ചേർന്നാണ് ഈ മണ്ണിലെ ഈ പോഷക മൂല്യങ്ങൾ ചെടിക്ക് നൽകുന്ന പ്രക്രിയയെ സഹായിക്കുന്നത്. അതുപോലെ മണ്ണിൻ്റെ ഈ ഒരു വളക്കൂറ് സുസ്ഥിരമായി നിലനിർത്തണമല്ലോ. നമ്മൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്തു, അതിന് വളം ചേർത്തു, അപ്പോൾ അടുത്ത വർഷം കൃഷി ചെയ്യുമ്പോൾ വീണ്ടും വളം ചേർക്കണം. അല്ലാതെ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു പ്രക്രിയ ആവശ്യമല്ലേ? വേണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചിന്ത വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഈ സുസ്ഥിര കൃഷിക്ക് ഒരു അടിസ്ഥാനമാണ് മണ്ണിൻ്റെ ആരോഗ്യം. മണ്ണിൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വെല്ലുവിളികളുണ്ട്. ഞാനതിപ്പോൾ ഒരു പൊതുവെ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ കർഷകർക്ക് നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം. അതാണ് പ്രധാനപ്പെട്ട ചുമതല, നമ്മുടെ ആവശ്യം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വളക്കൂറ് നിലനിർത്തണം. അത് ഇന്ന് മാത്രം പോരാ, നമുക്കും വരും തലമുറയ്ക്ക്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 വർഷങ്ങൾക്ക് മുമ്പിൽ കേരളത്തിലേന്നല്ല ഇന്ത്യയിലെ പല ഭാഗത്തെയും മണ്ണ് അങ്ങനെ തന്നെയായിരുന്നു. ഏകദേശം നമ്മുടെ പ്രദേശത്തെ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ജീവസുറ്റതായിരുന്നു, ആരോഗ്യമുള്ളതായിരുന്നു. അത് കാലക്രമേണ വന്ന അശാസ്ത്രീയമായ രീതികളും രാസവസ്തുക്കളുടെ അതിപ്രസരം കൊണ്ടും ഇതെല്ലാം നഷ്ടപ്പെട്ടു. ജീവികളെല്ലാം ഇല്ലാതായി, മണ്ണ് നിർജീവമായി, അങ്ങനെ ആരോഗ്യമില്ലാതെ. അപ്പോൾ അത് പുനരുജ്ജീവിപ്പിക്കുന്ന എന്ത് പ്രവർത്തനങ്ങളും ഈ വർഷം അല്ലെങ്കിൽ ഇപ്പോൾ ഹ്രസ്വകാലമായിട്ടുള്ള പരിപാടികളും വേണം. അത് ദീർഘകാലം തുടർന്നു കൊണ്ടുപോവുകയും വേണം. അപ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം, അത് വീണ്ടും അധികരിക്കണം, മെച്ചപ്പെടുത്തണം. മുമ്പ് ഈ അമ്ലതയുടെ കാര്യം പറയുന്നു, മണ്ണിൻ്റെ അമ്ലത. അതുപോലെ കേരളത്തിലെ മണ്ണ് നേരിടുന്ന മറ്റ് തകരാറുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പരിഹരിക്കുക? ഇപ്പോൾ കേരളത്തിലെ മണ്ണ് നേരിടുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ആവശ്യത്തിൽ കൂടുതലുള്ള രാസവസ്തുക്കൾ, അതിൽ ഹെവി മെറ്റൽസ് വരെ വരാറുണ്ട്. അത് അതിജീവിക്കാൻ മണ്ണിനെ സഹായിക്കുന്നുണ്ട്. മണ്ണിന് തന്നെ ഒരു ജന്മനാനുള്ളൊരു ശേഷിയുണ്ട്. അത് നമ്മളതിൻ്റെ ബഫറിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഒരു പ്രത്യേകതരം ശേഷിയുണ്ട്. ആ കഴിവ് മണ്ണിൽ നഷ്ടപ്പെടുന്നത് അതിൻ്റെ താങ്ങാനുള്ള ശേഷി നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയും. അപ്പോൾ ഈ രാസവസ്തുക്കളുടെ അതിപ്രസരം ഓരോ സീസണിലും മണ്ണിലിങ്ങനെ ചേർക്കപ്പെടുന്നതുകൊണ്ട് ജന്മനാനുള്ള അതിൻ്റെ ആ ശേഷി, അതിനെ പുനരുജ്ജീവിപ്പിച്ചെടുക്കാനും അതിനെ വിഷമല്ലാതാക്കി മാറ്റാനുമുള്ള മണ്ണിനുള്ള ആ കഴിവ് നഷ്ടപ്പെടുന്നു. അങ്ങനെ മണ്ണ് മലിനമാകുന്നു. അത് മാറ്റിയെടുക്കുന്നതിന് ഒരു ചെറിയ സീസൺ പോരാ, വർഷങ്ങളായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ വേണം. നേരത്തെ ഈ സീറോ ടില്ലേജിനെ കുറിച്ച് സാറ് പറഞ്ഞു, മണ്ണ് കിളയ്ക്കാതെയുള്ള കൃഷി. അപ്പം നമ്മുടെ സാഹചര്യത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണ്, അല്ലെങ്കിൽ എത്രത്തോളം കൃഷിക്കാർക്ക് അത് അനുവർത്തിക്കാൻ സാധ്യതയുണ്ട്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് സാധാരണ കർഷകരോട് പറയുമ്പോൾ
അപ്പോൾ കൃഷി ചെയ്യേണ്ടേ എന്നുള്ള ഒരു സംശയം അവിടെ വരും. കൃഷി ചെയ്യുക, മണ്ണ് കൊത്തി ഇളക്കി വിത്ത് വിതച്ച് അല്ലെങ്കിൽ നിലം ഉഴുത് വിത്ത് വിതച്ച് വേണ്ട പ്രവർത്തനങ്ങൾ ഇടയിളക്കളെല്ലാം വേണ്ടി വരും. വളപ്രയോഗം ചെയ്യണം, അത് മണ്ണ് കൂട്ടി കൊടുക്കണം, അതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് മിനിമം ആക്കണം എന്നാണ്. ഏറ്റവും കൂടുതൽ മണ്ണ് ഇളക്കി അത് അധികരിച്ച വർഷപാതമുള്ള കേരളത്തിൽ മണ്ണൊലിപ്പിന് സഹായമായാൽ വളക്കൂറുള്ള മേൽമണ്ണ് നഷ്ടപ്പെടും. 1 ഇഞ്ച് മേൽമണ്ണ് ഉണ്ടാകാൻ 10,000-ഓളം വർഷം ഏറെ വരും. അത് നഷ്ടപ്പെടാൻ ഒരു മഴ മതി. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ കൃഷി ചെയ്യുന്ന കണ്ടങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ എന്തെങ്കിലും വിള തുടർച്ചയായിട്ടുണ്ടാവണം. ആ പുതപ്പ് ജീവൻ പുനരുജ്ജീവിപ്പിക്കും. അതേപോലെ തന്നെ മണ്ണിലെ സൂക്ഷ്മജീവികളെ വളർത്താൻ സഹായിക്കും. അതുപോലെ കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഭൂഗർഭ ജലത്തിലുണ്ടായിരിക്കൊണ്ടിരുന്ന ഗണ്യമായിട്ടുള്ള കുറവാണ്. ഓരോ വേനൽ കഴിയുമ്പോഴും നമ്മുടെ കിണറിലെ ജലത്തിലേക്ക് ഗണ്യമായ കുറവുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് അടിസ്ഥാനപരമായി മണ്ണാണ് ഈ വെള്ളത്തെ പിടിച്ചു നിർത്തുന്നത്. ഒരു കൃഷിക്കാരൻ അയാളുടെ കൃഷിയിടത്തിലെ മണ്ണിനെ ജലാകിരണ ശേഷി എങ്ങനെ അദ്ദേഹത്തിന് കൂട്ടാൻ സാധിക്കും? മണ്ണിൻ്റെ ജൈവാംശം കൂട്ടുക തന്നെയാണ് ഒരു വഴി. മണ്ണ് അധികമായിട്ട് ഇളക്കാതിരിക്കുകയാണ് വേറൊരു വഴി. പിന്നെയുള്ളത് ഈ അധികമായിട്ട് മണ്ണ് ഇളക്കാതിരിക്കാനും അധികമായിട്ട് ജൈവാംശം ചേർക്കുന്നതോടുകൂടി മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും. പിന്നെ ചരിഞ്ഞ പ്രദേശങ്ങളിലാണെങ്കിൽ തട്ടുതട്ടായിട്ട് കൃഷി ചെയ്യുക. സമതലങ്ങളിൽ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ മണ്ണിൻ്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുക. അപ്പോൾ മണ്ണിൽ ജലം ഒഴുകാതെ വാർന്നിറങ്ങും. അത് താഴെത്തട്ടിലേക്ക് പോയി മണ്ണിൻ്റെ ഭൂഗർഭജല പുനരുജ്ജീവിപ്പിക്കും. അത് വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ഇത് കൃഷിയിലെ ഈ മാർഗങ്ങൾ ശരിക്ക് കർഷകർ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും അത് നിലനിർത്തി കൊണ്ടുപോകാനും ചെയ്യേണ്ടത്. ഒന്ന് ഈ ഞാൻ പറഞ്ഞ മിനിമം ടില്ലേജ്, പിന്നൊന്ന് എന്തെങ്കിലും വിള അല്ലെങ്കിൽ മണ്ണിന് പൊതയിടുക എന്ന് പറയും. അതുപോലെ മണ്ണിലെ കൃഷി ചെയ്യുന്ന അവശിഷ്ടങ്ങൾ അതേ മണ്ണിൽ തന്നെ ചേർക്കുക, അല്ലെങ്കിൽ പുറമേ നിന്ന് നമ്മൾ ജൈവവളം ചേർക്കണം. രാസവളങ്ങൾ ചേർക്കരുത്. കീടനാശിനികൾക്ക് പകരം ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. ജൈവ കൃഷി പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിലും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഘട്ടം ഘട്ടമായിട്ട് നമുക്കത് ചെയ്യാം. തീർച്ചയായിട്ടും അതെ. ഏതായാലും ഈ അന്താരാഷ്ട്ര മണ്ണ് വർഷത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള വളരെയധികം പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടേണ്ടിയിരിക്കുന്നു. ശരിക്കും ഭാരതീയ സംസ്കാരം അനുസരിച്ച് മണ്ണിനെ ഒരു ഭൂമിദേവിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. പണ്ടത്തെ കൃഷിക്കാർ മണ്ണിൽ ചവിട്ടാൻ പോലും മടിച്ചിരുന്നു. കൃഷി എന്ന് പറയുന്ന ഭൂമിക്കുള്ള ഒരു പൂജയായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എത്രത്തോളം മണ്ണിന് ആ ഒരു പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് സംശയകരമാണ്. അപ്പോൾ ഒരു കൃഷി എന്നുള്ളത് അടിസ്ഥാനപരമായി മണ്ണറിഞ്ഞുകൊണ്ടുള്ള, മണ്ണിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിലും ഈ വരുന്ന വളരെയധികം പ്രതിസന്ധികൾ കൃഷി സംബന്ധിച്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമതയും ജീവനുമെല്ലാം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് പരമാവധി എല്ലാ കൃഷിക്കാരും ആക്കം കൂട്ടിയിരിക്കുന്നു. അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ കൃഷിദർശൻ ലൈവ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ അതിഥിയുടെ വിലാസം പറയാം. ഡോക്ടർ എം സുബ്രഹ്മണ്യ അയ്യർ, TC 25/2036-1, ശ്രീ ഗണേഷ്, MELTRA 46, ധർമാലയം റോഡ്, ആയുർവേദ കോളേജിന് എതിർവശം, GPO തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9446063967 9446063967. അപ്പോൾ ഈ വിഷയമായിട്ട് വീണ്ടും അദ്ദേഹവുമായി ബന്ധപ്പെടാം. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് അങ്ങനെ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ കൃഷിക്കാർക്കും വളരെ നന്ദി. വീണ്ടും മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കൃഷിദർശൻ ലൈവ് വീണ്ടും. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ.
ഓൺലൈൻ വിദൂര പഠനത്തിലൂടെ വിവിധ കാർഷിക കോഴ്സുകൾ. കുറിയേനം തെങ്ങുകളുടെ വിവരശേഖരണം നടത്തുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം 3 ഓൺലൈൻ വിദൂര പഠന കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ജൈവകൃഷി പരിപാലനം, സസ്യപ്രജനനവും നഴ്സറി പരിപാലനവും, പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്നിവയാണ് കോഴ്സുകൾ. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. ഒരാൾക്ക് ഒരു സമയം ഒരു കോഴ്സിന് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. അധ്യയന മാധ്യമം ഇംഗ്ലീഷാണ്. അപേക്ഷകർക്ക് നിർബന്ധമായും ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ഇമെയിൽ ID-യിലോ ബന്ധപ്പെടുക. 0487 2438567. ഇമെയിൽ ID www.selkeo.in. സംസ്ഥാനത്തെ താറാവ് കർഷകർക്ക് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് കർഷക രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തുന്നു. സംസ്ഥാനത്തെ എല്ലാ മൃഗാശുപത്രികളിലും ഈ മാസം 15-ാം തീയതി വരെ ഇതിന് സൗകര്യമുണ്ട്. രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുക. കുറിയേനം തെങ്ങുകളുടെ ഉൽപ്പാദനത്തിനും വിതരണത്തിനുമായി നടപ്പാക്കുന്ന കേരസമൃദ്ധി പദ്ധതിക്ക് 5 കോടി രൂപയാണ് 2014-15 വർഷത്തേക്ക് സംസ്ഥാന സർക്കാർ വകകൊള്ളിച്ചിട്ടുള്ളത്. കുറിയേനം തെങ്ങുകൾ കണ്ടെത്തി അവയെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുന്നതിന് തെങ്ങൊന്നിന് 20 രൂപ നിരക്കിൽ നൽകുന്നതാണ്. കൃഷിഭവൻ വഴിയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിന് കൃഷിഭവനുള്ള സഹായിക്കുന്ന കേര സമിതികൾ പോലുള്ള ഏജൻസികൾക്കോ വ്യക്തികൾക്കോ ആണ് ധനസഹായം. വിവരശേഖരണം നടത്തി തിരഞ്ഞെടുത്ത കുറിയ ഇനം തെങ്ങുകളിൽ നിന്നും വിത്തു തേങ്ങ ശേഖരിച്ച് മികച്ച ഇനം തെങ്ങിൻ തൈകൾ കൃഷിവകുപ്പിന്റെ ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കും. വിത്ത് തേങ്ങയ്ക്ക് 40 രൂപ തോതിൽ കർഷകർക്ക് നൽകും. വിവേചനരഹിതമായ യൂറിയ പ്രയോഗം ഒഴിവാക്കേണ്ടതാണ്. ഇതുമൂലം വിളനഷ്ടവും പരിസ്ഥിതിക്ക് ആഘാതവും ഉണ്ടാകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യൂറിയയുടെ 2/3 ഭാഗവും ബാഷ്പീകരണം വഴി നഷ്ടമാകുന്നു. യൂറിയ നൈട്രജൻ പ്രദാനം ചെയ്യുന്നു. എന്നാൽ ഇത് ഫോസ്ഫറസ്, പൊട്ടാസ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയ്ക്ക് പകരമല്ല. മറ്റു വളങ്ങളുമായി ചേർത്ത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ യൂറിയയുടെ യഥാർത്ഥ ഉപയോഗം ലഭിക്കുകയുള്ളൂ. യൂറിയയുടെ അമിത പ്രയോഗം കൂടിയ സസ്യ വളർച്ചയ്ക്കും കുറഞ്ഞ വിളവിനും കാരണമാകുന്നു. യൂറിയയുടെ അമിത ഉപയോഗം മിത്ര ബാക്ടീരിയകളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും നാശത്തിന് വഴിവെക്കുന്നു. പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കുന്നു. യൂറിയയുടെ പ്രയോഗം ആവശ്യത്തിന് മാത്രം, ആവശ്യമറിഞ്ഞു മാത്രം. റബ്ബറിന്റെ വിളവെടുപ്പ്, വിവിധയിനം ടാപ്പിംഗ് കത്തികൾ, നൂതന ടാപ്പിംഗ് രീതികൾ എന്നിവ ഉൾപ്പെടുത്തി 2 ദിവസത്തെ പരിശീലനം 2015 ജനുവരി 12, 13 തീയതികളിൽ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481 2 351 313. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,700 രൂപ, കോഴിക്കോട് 15,000 രൂപ, തൃശൂർ 13,900 രൂപ. കൊപ്ര കൊച്ചി ക്വിൻ്റലിന് 9,150 രൂപ, കോഴിക്കോട് 10,100 രൂപ, തൃശൂർ 9,305 രൂപ. കുരുമുളക് അൺഗാബിൾഡ് ക്വിൻ്റലിന് 67,500 രൂപ, ഗാബിൾഡ് 70,500 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ബെസ്റ്റ് 22,000 രൂപ. മഞ്ഞൾ സേലം 7,800 രൂപ, ഈറോഡ് 8,400 രൂപ. അടയ്ക്ക 17,000 രൂപ മുതൽ 19,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,500 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,400 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,000 രൂപ, RSS 4 ഗ്രേഡ് 12,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 13,700 രൂപ, കൊപ്ര 9,150 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 67,500 രൂപ, ഗാബിൾഡ് 70,500 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ബെസ്റ്റ് 22,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 19,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 280 രൂപ മുതൽ 300 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 490 രൂപ മുതൽ 525 രൂപ വരെ. ജാതിപത്രി 775 രൂപ മുതൽ 800 രൂപ വരെ. ഗ്രാമ്പു 1,005 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 11,500 രൂപ, RSS 4 ഗ്രേഡ് 12,400 രൂപ. ഒട്ടുപാൽ 8,000 രൂപ, ലാറ്റക്സ് 8,400 രൂപ. കമ്പോള അവലോകനം.
പിന്തുണ ഈ വാരം റബ്ബറിന് നഷ്ടമായി. ഷീറ്റ് സംഭരണം കുറച്ച് വൻകിടക്കാർ രംഗം വിട്ടത് മൂലം മികച്ച ഇന റബ്ബർ കൊച്ചി, കോട്ടയം വിപണികളിൽ 600 രൂപ വരെ താഴ്ന്നു. പുതിയ കുരുമുളക് തെക്കൻ കേരളത്തിൽ നിന്ന് വിൽപ്പനയ്ക്കിറങ്ങിയത് വിലക്കയറ്റത്തെ താൽക്കാലികമായി പിടിച്ചു നിർത്തി. അല്പം കാത്തിരുന്നാൽ ലഭ്യത ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ആഭ്യന്തര ഇടപാടുകാർ. പച്ച ഇഞ്ചി വില താഴ്ന്നത് ചുക്ക് ഡിമാൻഡിനെ ബാധിച്ചു. അതേസമയം മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആവശ്യക്കാർ എത്തുമെന്ന നിഗമനത്തിലാണ് കയറ്റുമതിക്കാർ. വിവിധ ലേല കേന്ദ്രങ്ങളിൽ ഈ വാരം ഏലക്ക മുന്നേറി. നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ മികച്ച ഇനം ഏലക്ക കിലോ 1056 രൂപയിലാണ്. വിവാഹ സീസണായതിനാൽ ഏലത്തിന് ആഭ്യന്തര ആവശ്യം വർദ്ധിച്ചു. പ്രാദേശിക ഡിമാൻഡിൽ വെളിച്ചെണ്ണ വില വർദ്ധിച്ചത് കൊപ്രയും നേട്ടമാക്കി. സീസൺ അടുത്തതിനാൽ തേങ്ങയുടെ ലഭ്യത ഉയരും. അടക്ക ഇറക്കുമതിക്ക് നിയന്ത്രണം വരുമെന്ന് വ്യക്തമായതോടെ വ്യവസായികൾ നിരക്ക് ഉയർത്തി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2. കോഴിക്കോട് 34, 23.7. കൊച്ചി 32, 24.8. ആലപ്പുഴ 31.6, 24.4. പുനലൂർ 33.5, 22. തിരുവനന്തപുരം 32, 24.3 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.